പ്രേക്ഷകരെ, ഇന്ന് ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടു. ഞാനും കുടുംബമായിട്ടാണ് കണ്ടത്. എൻ്റെ മകനിപ്പോൾ 15 വയസ്സായി. അവൻ ജനിച്ച് 3-ാം മാസം മുതൽ ഞങ്ങൾ സിനിമ കാണുന്ന യാത്ര തുടരുകയാണ്. അത് സെക്കൻഡ് ഷോ ആയിട്ടും ഫസ്റ്റ് ഷോ ആയിട്ടും കൂടുതലും സെക്കൻഡ് ഷോ ആയിട്ടും പിന്നെ കൂടുതൽ മോർണിംഗ് ഷോ ആയിട്ടും. മോർണിംഗ് ഷോ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രാവിലത്തെ ഷോ അല്ല, രാത്രി 12 മണി കഴിഞ്ഞിട്ടുള്ള ഷോയുമായിട്ട്. ഇങ്ങനെയുള്ള സിനിമ കാഴ്ചകൾ, സിനിമ കാണിക്കൽ, കാണൽ, ആസ്വദിക്കൽ യാത്ര തുടരുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒഡീസി എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക്കൽ മൂവി ഇംഗ്ലീഷ് സിനിമ കണ്ടു. പൊതുവെ ഇംഗ്ലീഷ് സിനിമ നമ്മുടെ നാട്ടിൽ വരുന്നത് ഇത്തിരി നല്ല കുറവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിലെ കളിയിക്കവിള കാളീശ്വരി സരസ്വതി തിയേറ്റർ തുടങ്ങിയ കാലം മുതൽ ഒരു 10 വർഷം മുതൽ റെഗുലറായിട്ട് ഇംഗ്ലീഷ് സിനിമ കളിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു ഓഡിയൻസ് സെക്ഷനെ വേറെ ഉണ്ടായിരുന്നു. കുറച്ച് ചിന്തിക്കുന്ന, ഒരു വ്യത്യസ്തമായിട്ടൊക്കെ ജീവിതം നയിക്കുന്ന മനുഷ്യർ കുറേ പേരുണ്ടായിരുന്നു. ഇക്കാലത്ത് അവരെവിടെയൊക്കെ പോയത് കൊണ്ടായിരിക്കാൻ തോന്നും ആ തിയേറ്ററിൽ ഇംഗ്ലീഷ് ചിത്രങ്ങളിട്ട കളക്ഷനെ കുറവായി. അപ്പോൾ അവർ ഇംഗ്ലീഷ് സിനിമകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. പിന്നെ ഇംഗ്ലീഷ് സിനിമയെക്കാളും മലയാള സിനിമ, ഡബ്ബഡ് തെലുങ്ക് കന്നഡ സിനിമ, പിന്നെ തമിഴ് സിനിമ നമ്മുടെ ബോർഡർ ബേസ് ചെയ്തിട്ടാണ്ട് അവർക്ക് അതിലൊക്കെ കളക്ഷൻ കൂടിയുണ്ട്. അവർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ജനറേഷൻ വന്നിട്ട് യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതൊക്കെ തന്നെയും വളരെ വൈഡാവുകയും, ഇനി പറയാതിരിക്കാൻ പറ്റില്ല, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അദാനി അംബാനി ടീം കൊണ്ടുവന്ന, അതിൽ തന്നെ അദാനി അംബാനി ടീമിൽ അദാനി കൊണ്ടുവന്ന ജിയോ നെറ്റ്വർക്കുകൾ ഇതിൽ കൂടി ഇപ്പോഴല്ല, വളരെ അന്നത്തെ ചെറിയ പൈസയിൽ മൊബൈൽ എടുക്കാമെന്ന് പറയുന്ന ഇത് കൊണ്ടുവരികയും ഇന്റർനെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ചെയ്തു. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് എവിടെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു യൂറോപ്യൻ യൂണിയനിലാണെങ്കിൽ ഒരു 50-60 രാജ്യങ്ങൾ ചേർന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന അതേ പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ അത് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പം ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. ദോഷങ്ങളോട് ഇവർ പറയുന്നുണ്ട്. ദോഷം ഇതുകൊണ്ടല്ല, മറ്റു പല കാര്യങ്ങൾ കൊണ്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഞാനൊന്നും എതിർക്കണമെന്നില്ല. പക്ഷെ ഗുണമുണ്ടായത് ഞാൻ പറയുന്നത്. എല്ലാത്തിനും അടച്ചാഴ്ച വയ്ക്കുമ്പോഴും നല്ലത് ഞാൻ പോസിറ്റീവ് എന്ന് പറയേണ്ടി വരും. ഞാനത് പറയുമെന്ന് പറഞ്ഞാൽ പറയേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു, വെറും സാധാരണക്കാരന്റെ കയ്യിൽ, ഏറ്റവും താഴെക്കിടയിലുള്ള ആളുടെ മുതൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ അവൈലബിലിറ്റി ഉണ്ടായി. തുടർന്ന് എന്ത് ചെയ്ത് അത് ആൻഡ്രോയിഡിലോട്ട് മാറ്റി. പിന്നെ എന്ത് ചെയ്തു, പിന്നെ എന്തായി, അത് ഐഫോണിലോട്ട് മാറി. ഇപ്പൊ ഐഫോണും മാറി, അടുത്ത് വേറൊരു ലെവലിലോട്ട് പോവുകയാണ്. ഈ മൊബൈലുകളെല്ലാം മുൻകാലങ്ങളിൽ പർച്ചേസ് ചെയ്യപ്പെട്ടിരുന്നത് ആരാണ്? വളരെ റിച്ച് പീപ്പിൾസ് ആയിരുന്നു. ഇപ്പോഴോ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് മൊബൈൽസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് മൊബൈൽസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ താങ്ങാൻ പറ്റാത്ത വലിയ രീതിയിലുള്ളവരെടുക്കുന്ന മൊബൈലല്ല. അത് നമ്മൾ ഇപ്പോഴത്തെ കണക്കിൽ, മുൻപാണെങ്കിൽ എല്ലാം അവന്റെ കയ്യിലായിരുന്നു. അത്തരം ഹെവി മൊബൈലുകളൊക്കെ എടുക്കുന്ന ഒരു നിലയിലോട്ട് നമ്മുടെ ആരെത്തിയിരിക്കുന്നു, ജനം എത്തിയിരിക്കുന്നു. അതിലോട്ട് പാഷനാക്കിയിരിക്കുന്നു. പിന്നെ അതിലെല്ലാവരും ഒരു കാര്യം പറയാൻ പറ്റില്ല, ഘട്ടഘട്ടമായിട്ട് അതൊരു ബിസിനസ് ഓറിയന്റഡ് ആണ്. കാര്യങ്ങൾ നന്നായിട്ട് കൊടുത്തതിന് ശേഷം അതിൽ ക്രൈസാക്കി മാറ്റുക. അങ്ങനെ ഒരു അപകടവും ഇതിനകത്തുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ കുറെ കാര്യങ്ങൾ നന്നായിട്ട് വൈഡായിട്ട് ജനത്തിനെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയും ചിന്തിക്കാൻ വയ്ക്കുകയും ചെയ്തതിന്റെ പിന്നിൽ മൊബൈലിന്റെ ഗുണമുണ്ട്. ഇനി മൊബൈലിന്റെ മറ്റൊരു ദോഷവും പറയാം. അനാചാരങ്ങളും കെട്ടിപ്പടുക്കുന്നുണ്ട്. അതിനും പലരും ഉപയോഗിക്കുന്നുമുണ്ട്. അതും ദോഷമുണ്ട്. പക്ഷെ ഈ ഒരു ഇന്റർനെറ്റിന്റെ നമ്മളെ വീട്ടിലിരുന്നിട്ട് ഒരു നിസ്സാരം പോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ആൻഡ്രോയിഡ് പഠിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിച്ചതിന്റെ പിന്നിൽ ജിയോയ്ക്ക് പങ്ക് ഭയങ്കരം തന്നെയാണ്. അത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ആ പങ്കിന്റെ എല്ലാ എഫേർട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ദോഷവശങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്.
കാരണം ഇത് ഉപയോഗിച്ചിട്ട് പരമാവധി എല്ലാ കാര്യത്തിനെയും ബ്ലാക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയും, ബ്ലാക്ക് ഹോൾ ചെയ്യുക. എന്താണ് ബ്ലാക്ക് ഹോൾ ചെയ്യുക എന്നൊന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മുടെ പ്രപഞ്ചം നമ്മളെല്ലാം ഒന്നും ഉദ്ദേശിക്കുന്നതിനപ്പുറം ഈ ഒഡീസി സിനിമയിൽ കാണുന്നതോ അല്ലെങ്കിൽ ഒഡീസി എന്ന് പറയുന്ന ഹിസ്റ്ററി എടുക്കുന്നതിന് മുമ്പിലോ ബൈബിൾ എടുക്കുന്നതിന് മുമ്പിലോ എന്ന് പറയുന്നത് മഹാഭാരതം എടുക്കുന്നതിന്റെ മുമ്പിലോ രാമായണം എടുക്കുന്നതിന്റെ മുൻപിലോ ഖുർആൻ എടുക്കുന്നതിന്റെ മുൻപിലോ മറ്റ് പല അപ്രോക്സിമേറ്റ് 10,000-ഓളം മതങ്ങളുടെ അതിന്റെ അടുത്തിനൊക്കെ മുമ്പിലും അതിൻ്റെയൊക്കെ കാര്യങ്ങളെക്കാൾ എത്രയോ മുന്നിലോട്ട് ഇന്റർനെറ്റ് സഞ്ചരിച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റ് സഞ്ചരിച്ചിട്ട് നമ്മളെ മിൽക്കി വേയിൽ നിന്ന് ബ്ലാക്ക് ഹോളിൽ കൊണ്ടെത്തിച്ചിട്ട് ബ്ലാക്ക് ഹോൾ എങ്ങനെ ഉണ്ടാകുന്നു അത് കടന്ന് നമ്മൾ പുറത്തു പോയാൽ എങ്ങനെയായിരിക്കും. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറവും അൺപ്രഡിക്റ്റായ ലെവലിൽ മില്യൺ അല്ല ട്രില്യൺ അല്ല അതിലപ്പുറവും നക്ഷത്ര സംഹിതകൾ ഒരുമിച്ച് കൂടുകയും ആ കൂടുന്നത് ബ്ലാക്ക് ഹോളായി മാറുകയും അത് നമ്മൾ മാറിപ്പോയാൽ മറ്റൊരു പ്രപഞ്ചം എത്തിപ്പെടുകയും ചെയ്യുന്ന നിലയിലോട്ട് എത്തി നിൽക്കുന്ന ഒരു ലോകമാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കുന്ന നിലയിൽ എത്തിച്ചതിന്റെ പിന്നിൽ സാധാരണക്കാരനെ മനസ്സിലാക്കുന്നതിന് എത്തിച്ചതിന് പിന്നിൽ ജിയോയാണ്. അതൊരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല, അതിന് ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഇത് പറഞ്ഞു വന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞില്ല, അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയതിന്റെ പിന്നിൽ കൂടി ഹിസ്റ്ററി പഠിക്കുകയും ആ ഹിസ്റ്ററിയിൽ കൂടി നമ്മളിപ്പോൾ ഈ സിനിമ, അതുകൊണ്ടാണ് ഹിസ്റ്ററി മനസ്സിലായത്. അല്ലെങ്കിൽ എനിക്ക് പോലും ഈ ഹിസ്റ്ററി മനസ്സിലാവില്ല. ഞാൻ അത്ര നോളജോ ബുക്കുകളൊക്കെ കുറച്ച് വായിക്കാറുണ്ടായിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര ഒരു ബ്രില്യൻ്റ് മനുഷ്യനൊന്നുമല്ല ഒരു രീതിയിലും. ഞാനൊരു സാധാ പറയില്ലേ നാട്ടിൻപുറത്ത് ഒരു സാധാ അത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു നോർമൽ മനുഷ്യനാണ്. പക്ഷെ അത് നമ്മളെ കുറച്ച് ചിന്തിക്കപ്പെടുത്തിയതിന്റെ പിന്നിലൊക്കെ ഇതൊക്കെ ഉണ്ട് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മളൊരു 3000 BC 3000 വർഷം മുതൽ ഇങ്ങോട്ട് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കൊക്കെ എന്ന് പറയുന്നത്, അതായത് ഗ്രീക്ക് സംസ്കാരവും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊന്നും ഞാൻ നിങ്ങളടുത്ത് പറയണ്ട. കാരണം ലോകത്ത് ഒരു 60% രീതിയിൽ ബൈബിള് എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. ഒരു 30%ഓളം കുറേ ജനങ്ങളുടെ കയ്യിൽ ഖുർആൻ മറ്റു കാര്യങ്ങൾ അവൈലബിലിറ്റിയാണ്. ഒരു 6.7%ഓളം ഭഗവത്ഗീത മീൻസ് രാമായണ മഹാഭാരതം അത് അവൈലബിളാണ്. പിന്നെ ഇങ്ങനെ ആയിരക്കണക്കിന് മതഗ്രന്ഥങ്ങൾ പല രീതിയിലും പല വിധത്തിലും ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അത് നിങ്ങൾ ഉപയോഗിക്കണം. ഇതിനൊന്നും ഞാൻ എതിര് നിൽക്കാറുമില്ല, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. കാരണം എതിര് നിൽക്കാറില്ലെന്ന് പറഞ്ഞാൽ അതെല്ലാം അവൈലബിൾ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഈ ചരിത്രങ്ങളെല്ലാം തന്നെയും ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യർ, ക്രിസ്റ്റഫർ നോൾസനെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് സ്റ്റീവൻ സ്പീൽബർഗിനെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ചില സംവിധായകരെ പോലുള്ള, അത് പറയുമ്പോൾ പറയണേ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് ചില ഹോളിവുഡ് നടന്മാർ ഇപ്പോൾ പ്രതിപാദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്റർനെറ്റിന്റെ ഡെപ്താണ് ഞാൻ പറയുന്നത്. അവർ മലയാള സിനിമ കാണുകയും അവർ പറയുന്നത് ഹോളിവുഡ് സിനിമകൾക്കൊപ്പം തന്നെ നിങ്ങൾ ലോകം കാണണമെങ്കിൽ മാറി യാത്ര ചെയ്യണമെങ്കിൽ മിനിമം മലയാള സിനിമയെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. അത് മലയാള സിനിമയ്ക്കുള്ള ക്രെഡിറ്റബിലിറ്റിയാണ്, മലയാള സിനിമ മേക്ക് ചെയ്യുന്ന രീതിയാണ്. അത് എങ്ങനെ വന്നു വെച്ചാൽ അത് ഞാൻ പറയണത് ഇന്റർനെറ്റ് വഴി നമ്മുടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ പറയണത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് പ്രകൃതിയുടെ നിയമം, അതാണ് ഞാൻ എത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരം കോട്ടി ചെയ്യപ്പെട്ടുകൊണ്ട് ഇത്തരം മതപരമായ കാര്യങ്ങൾ കോട്ടി ചെയ്യപ്പെട്ടുകൊണ്ട് ജനം മുന്നോട്ട് പോവുകയും ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിലുപരി ഒരു പ്രകൃതി ഉണ്ടെന്നും അതിനേക്കാളുപരി പ്രകൃതിയുടെ വൈൽഡ് ലൈഫ് ഉണ്ടെന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നമ്മൾ ഇമാജിനേഷൻ ചെയ്തിട്ട്, കാരണം മനുഷ്യന്റെ ബ്രെയിനിന് കൺട്രോൾ ഓഫ് സെൽഫ് ഉണ്ട്. എൻ്റെ ബ്രെയിന് കൺട്രോൾ ഓഫ് സെൽഫ് ഉണ്ട്. ഞാൻ കാണുന്നത്, ഞാൻ കേൾക്കുന്നത്, എൻ്റെ ബോഡിയിൽ അബ്സോർവ് ചെയ്യപ്പെടുന്നത്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടും ആണ് ഞാനിത് എൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഡെവലപ്പായി? ഇന്റർനെറ്റ് വന്നു, മറ്റു കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു രീതിയിൽ ഡെവലപ്പായി. അങ്ങനെ നമ്മൾ കണ്ടെത്തുന്നതിനെ ബേസ് ചെയ്ത് മാത്രമാണ് മനുഷ്യന്റെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ഡെവലപ്മെന്റ് മൈൻഡ് ഓഫ് വ്യൂ ഡെവലപ്പ് ആവണമെന്നുള്ളൂ. കാരണം അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്.
ജീവജാലങ്ങൾക്ക് നിലനിന്നാൽ മതി. പക്ഷെ പ്രകൃതി അങ്ങനെയല്ല. പ്രകൃതിക്ക് നമ്മളെ ജീവജാലങ്ങളെ പോലും നിലനിൽക്കേണ്ടതുണ്ട്. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ എത്ര ശ്രമിച്ചാലും എത്താവുന്നതിനും അപ്പുറം പൊയ്ക്കൊണ്ടേയിരിക്കും. അത്രയും ലെവൽ ഓഫ് റേഞ്ചിലാണ് പ്രകൃതി. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി തരാൻ നമുക്ക് എത്താൻ പറ്റിയ എന്ന് പറയുന്നത് നെറ്റ്വർക്ക്, മറ്റു കാര്യങ്ങളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചതോടെയാണ്. ഇതാര് കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് മനുഷ്യനാണ് കണ്ടുപിടിച്ചത്. ഏതെങ്കിലും ഗോഡ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? കുറേ എല്ലാവരും ഇതിങ്ങനെ അങ്ങനെയൊക്കെ പറയും. ശരി, അത് അങ്ങനെ നിൽക്കട്ടെ. ഇവരാരും കണ്ടുപിടിച്ച് നിങ്ങളെ കയ്യിലില്ല. നിങ്ങളെ കയ്യിലിരിക്കുന്ന മൊബൈലുകളെല്ലാം എന്തെങ്കിലും മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ നെറ്റ്വർക്കിന്റെ സാറ്റിസ്ഫാക്ഷൻ എല്ലാം നമ്മൾ കൊടുത്തുവിട്ടിട്ട് ചെയ്തതാണ്. സിഗ്നലുകളെല്ലാം പ്രകൃതിയാലുള്ളതാണ്. സിഗ്നലുകൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അത് എങ്ങനെ പിടിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടെത്തിയത് മനുഷ്യരാണ്. അപ്പോ ദൈവങ്ങൾക്കൊന്നും ഇതിനകത്ത് ഒരു പങ്കുമില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു പറഞ്ഞതിന് പിന്നില് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ മിത്തുകളാൽ ക്രോഡീകരിക്കപ്പെടുകയും യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ ഈ അധികാര വടംവലിയുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഈ ഒഡീസി. ഈ ഒഡീസി അങ്ങനെ ഒരു ചിത്രം എന്ന് പറയുന്നത്, ചിത്രമാകുമ്പോഴുള്ള കാര്യം ഞാൻ പ്രേക്ഷകർക്ക് പറയണം. സിനിമ നന്നായിട്ടുണ്ട്. ഒരു ക്ലാസിക്കൽ ഫിലിമായിട്ട് മാത്രമേ തിയേറ്ററിൽ പോയി ഈ പടത്തെ കാണാവൂ. നിങ്ങളൊരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് കാണാൻ പാടില്ല, ഒരു എന്റർടൈൻമെന്റ് സിനിമയായിട്ട് കാണാൻ പാടില്ല, ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയായിട്ട് കാണാം. നിങ്ങൾ ഇത്തിരി ചരിത്രത്തെ അന്വേഷിക്കുന്നവരാണ്, നിലവിലുള്ള പ്രസന്റ് സിറ്റുവേഷനെ അന്വേഷിക്കുന്നവരാണ്, നിങ്ങളെ പൂർവികരെ കുറിച്ച് അന്വേഷിക്കുന്നവരാണ്, ഇനി നിങ്ങളുടെ ഭാവി ജനറേഷനെ കുറിച്ച് അന്വേഷിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിന്താഗതി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ പോയി കാണാം. നിങ്ങളൊരു മതത്തിൽ അഡിക്റ്റഡ് ആണ്, ഒരു ജാതിയിൽ അഡിക്റ്റഡ് ആണ്, ഒരു കൺട്രിയിൽ അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറെ അലിഖിത നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ സിനിമ കാണാൻ പോകണ്ട. അവർക്കൊന്നും ഈ പടം ദഹിക്കൂല, ഒഡീസി ദഹിക്കൂല. ക്രിസ്റ്റഫർ അങ്ങനെയാണ് ഈ പടം ഒരുക്കിയിരിക്കുന്നത്. അതായത് ക്രിസ്റ്റഫർ നോളൻ ഈ പടം യാഥാർത്ഥ്യബോധത്തോടെ പഴയ കാലത്ത് എന്ത് നടന്നു അങ്ങനെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടം ഇച്ചിരി ഇന്റർവെല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സ്ലോ മോഷനാണ്. ഹിസ്റ്ററി അറിഞ്ഞുണ്ടെങ്കിൽ അത് സ്ലോ മോഷനാണ്. സിനിമയായിട്ട് കാണുമ്പോൾ സ്ലോ മോഷനാണ്, ഹിസ്റ്ററി ആയിട്ട് കണ്ടാൽ അത് എഫോർട്ടാണ്. ഞാൻ വെറുതെ പ്രേക്ഷകർ പറഞ്ഞു, എൻ്റെ മോൻ്റെ അടുത്ത് ചോദിച്ചു, വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു. രണ്ടുപേരും സിനിമ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കല്ലേ. വൈഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇന്റർവെൽ എഴുതുന്നില്ലേ? വൈഫ് പറഞ്ഞു, ഇത്തിരി ലോ ഇന്റർവെൽ ഒരു ബൂംബാസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രില്ലോടെ കണ്ടിരിക്കാം. ഒന്നാമത് നമ്മൾ കണ്ട സെക്കൻഡ് സിനിമയാണ്. ഇവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ ക്ഷീണിച്ചു വന്നിരിക്കുന്നവരുമാണ്. ഇന്റർവെൽ കഴിഞ്ഞാൽ എഴുതുന്നില്ലേ? ഞാൻ ചോദിച്ച ഒരു അഭിപ്രായമാണ്. അപ്പോൾ വൈഫ് പറഞ്ഞു, അത് എഴുതുന്നുണ്ട്. അപ്പം ഞാനും പറഞ്ഞു, പ്രതീക്ഷ ഒരു ഓളത്തിലോട്ട് എത്തിയില്ല. രണ്ടഭിപ്രായം. ഇനി എൻ്റെ മകന് 15 വയസ്സായി. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എടാ ജുറാസിക് പാർക്കിന് 8.9 റേറ്റിംഗ് ആണ് കിട്ടിയത് നമ്മുടെ കേരളത്തിൽ നിന്ന്. 8.9. ഈ സിനിമയ്ക്ക് 9.3 റേറ്റിംഗ് ഉണ്ട്. 10ലാണ്. ഇത് എന്ത് പറയണേ, എനിക്കത് യോജിക്കാൻ പറ്റില്ല. ഞാനൊരു 9 റേറ്റിംഗ് കൊടുക്കും. ഞാൻ എപ്പോഴും 9 തന്നിട്ടുള്ളൂ, 9.3 തന്നിട്ടില്ല. ജുറാസിക് പാർക്കിനായാലും ഒരു % കൂടുതൽ തന്നത്. ഇത് യാഥാർത്ഥ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജുറാസിക് പാർക്ക് ഒരു അൾട്ടിമേറ്റ് ഫിലിമാണ്. അതായത് ഇമാജിനേറ്റീവ് നെക്സ്റ്റ് ലെവൽ ഫിലിമാണ്. അത് പുതിയ തലമുറയുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയണത്. എന്നാൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ, ഒരു മറ്റൊരു ലോകത്തെ നമ്മളെ പ്രഡിക്റ്റ് ചെയ്ത് വെച്ച സിനിമയാണ്. അതായത് നമ്മുടെ പഴയ കാലത്തെ കൃത്യമായ രീതിയിൽ എടുത്തുകൊണ്ട് നമ്മുടെ മുൻപ് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞ സിനിമയാണ്. അതിനകത്തൊരു കലർപ്പുമില്ല. ഇനി സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും കറുപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനേ പറ്റും. കാരണം അത്രയും സ്ലോയിൽ സ്റ്റോറി പറഞ്ഞാണ് സിനിമ പോണത്. അപ്പോൾ അത് അങ്ങനെയിലിരിക്കും എന്നാണ് മകൻ ചോദിച്ചത്. അവന് 15 വയസ്സായി. അപ്പം ഞാൻ പ്രേക്ഷകർക്ക് പറയണ ഒരു കാര്യം ഞാൻ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്തതാണ്. പുതിയ തലമുറയിലുള്ള കുട്ടികൾ, ഇറ്റ്സ് ബെറ്റർ ഫോർ മീ, അങ്ങനെ ഞാൻ പറയുള്ളൂ. എന്നെക്കാളും മികച്ചവരാണ്. നിങ്ങളെക്കാളും മറ്റുള്ളവരെ കാര്യം മികച്ചവരാണോ എന്നൊന്നും എനിക്ക് പറയാനുള്ള കഴിവില്ല.
ഞാൻ എൻ്റെ സ്റ്റുഡൻസോട്ടൊക്കെ ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യണം. ഇന്നും എൻ്റെ രാവിലെ ഒരു ക്ലാസ് മുതലൊക്കെ ഡിസ്കസ് ചെയ്യാണ്. പുതിയ തലമുറയിലെ കുട്ടികള്, ഞാൻ ഒരു കാര്യം പറയണു, എന്നെക്കാളും മികച്ചവരാണ്. ഞാൻ നല്ലൊരു ബെറ്റർ ആളേയല്ല. അവരൊക്കെ മികച്ചവരാണ്. അവർ പലതും തിരിച്ചറിയുന്നുണ്ടെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ക്രിസ്റ്റൻ നോളൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഇപ്പോൾ ക്ലിക്കായത്, വിജയിച്ചത്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം നമുക്ക് നമ്മളെ മുമ്പിൽ നെറ്റുകാരായിട്ട് കൊണ്ടുവരികയും എന്നാൽ ഒപ്പം തന്നെ പുതിയ തലമുറ ഇത് തിരിച്ചറിഞ്ഞു മുന്നേറുന്നു എന്നുള്ളത് തികച്ചും അഭിമാനമാണ്. അതാണ് ഈ നെറ്റ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. അധ്യാപകരെ ക്രോസ് ചെയ്യുന്നു. ഭയങ്കര നോളജ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുമ്പ് കടന്ന് പ്രതിഭാസം കാണിച്ച പലരെയും ക്രോസ് ചെയ്യാൻ കുട്ടികൾ തയ്യാറാവുന്നു. അടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളുകൾ ഇപ്പോഴും കുട്ടികളെ തുറന്നു വിടാതെ, ഈ തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തുറന്ന അഭിപ്രായം പറയാൻ പറ്റണം. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പോയി ചെയ്യാൻ അനുമതി കൊടുക്കണം. അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ അടിച്ചിരുന്നു കൊണ്ടിട്ട് കുട്ടികൾക്ക് തുറന്ന അഭിപ്രായം പറയാൻ അവസരം കൊടുത്താൽ, തുറന്നൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് ലോകത്തിന് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അഭിപ്രായത്തിലൂടെ ഞാൻ കാണുന്നത് ശരിയാവണമല്ല. നിങ്ങളെയൊക്കെ ഓരോരുത്തർക്കും ഓരോ വീക്ഷണമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, പുതിയ തലമുറ മുത്താണ്. ഞാൻ ഓരോ സ്റ്റുഡൻസിൽ ഇപ്പൊ ജീവിക്കുന്ന ഈ തലമുറയിലെ കുറെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുമുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്കൊരു മകനുമുണ്ട്. ഒപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളുണ്ട്. ഞാൻ പുതിയ തലമുറയായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെയൊക്കെ അവർക്ക് അവരുടെ ലെവലിലോട്ട് നമ്മൾ എത്തണം. ഇറ്റ്സ് ബ്രില്യൻറ്റ്. എവിടെയോ ആരോ എന്തൊക്കെ ചെയ്യണതിന്റെ പേരില് അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒഡീസി സിനിമ കാണും, കംപ്ലീറ്റ് അതിനകത്ത് തോന്നിയാസങ്ങളുടെ ഒരു പരഘോഷ കാണുന്നുണ്ട്. കുതികാൽ വെട്ട്, തമ്മിത്തല്ല്, ഇതിനെല്ലാം ക്രോസ് ചെയ്യണ കുറച്ച് പേര്, അതിന് ക്രോസ് ചെയ്യണ പുതിയ തലമുറ, അദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ മറ്റൊരാൾ. ഇതൊക്കെ അന്നും ഇന്നും ഒക്കെ ഉള്ളതാണ്. അതിലൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അധികാര പടമലിയും ഇത്തരം കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ്. അതിൽ മറ്റു എല്ലാ കാര്യങ്ങളും ഇത് മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. മറ്റു കാര്യങ്ങളല്ല. അതൊരു ന്യൂനപക്ഷം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മളെ പുതിയ തലമുറ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയി പോണവരെ നമ്മൾ പ്രതിരോധിക്കുന്നത്? ആ പ്രതിരോധം തെറ്റാണ്. ഇതാണ് ഈ ഒഡീസി സിനിമ. ഞാൻ ഹിസ്റ്ററി എടുത്തു വെച്ചിട്ട് പുതിയ തലമുറയായിട്ട് ലിങ്ക് ചെയ്താണ്. എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഒഡീസി സിനിമ. ഒഡീസി സിനിമ നല്ല ചിത്രമാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്ലാസിക്കൽ ഫിലിം. നല്ലൊരു ക്ലാസിക്കൽ ഫിലിം കാണണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോവാം. പകരം നിങ്ങൾക്ക് ഭയങ്കര ബൂം ബാസ്റ്റിംഗ് ആയി 3 മണിക്കൂർ അടിക്കണമെങ്കിൽ നടക്കൂല. പിന്നെ രണ്ടാമത് എൻ്റെ അഭിപ്രായം, ഇനി ഇതെൻ്റെ അഭിപ്രായം, ആർക്കും ബന്ധമില്ല കേട്ടോ, ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. ഈ സിനിമ പോകുന്ന ഒരു രീതിയുണ്ട്. ഇന്റർവെല്ല് വരെ ഒഡീസിയുടെ യാത്രയും മറ്റു കാര്യങ്ങളുണ്ട്. ഇന്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒഡീസിയുടെ കൊട്ടാര സദൃശ്യമായി പോകുമ്പോൾ ഫുൾ ടൈം കൊട്ടാരത്തിനകത്ത് വില്ല് ഒടിക്കലും വില്ല് വളയ്ക്കലും ഒക്കെയാണ് പരിപാടി. നിങ്ങൾ നോക്കി, വില്ല് ഒടിക്കലും പരിപാടി, വില്ല് അമ്പയിലും ഒക്കെ നമുക്കും ഇല്ലേ? നമ്മുടെ നാട്ടിലും ഇല്ലേ? നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ മഹാഭാരതം, രാമായണം, പിന്നെ അങ്ങ് താഴോട്ട് പോയാന്നും പറയണ്ട. നന്നായിട്ട് ചരിത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാവും. ഇതൊക്കെ തന്നെയാണ് അവന്റെ സംസ്കാരം ഗ്രീക്കിൽ. ഇതിനൊക്കെ ഒരു ലിങ്ക് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയോ ഒരു ലിങ്ക് കടക്കില്ലേ? ഗ്രീക്ക് സംസ്കാരം, ഭാരത സംസ്കാരം, ഇങ്ങനെ വില്ല് കൊലച്ചുള്ള പരിപാടി ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു ലിങ്ക് കിടക്കണില്ലേ? നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണും. ഞാൻ അതാണ് പറഞ്ഞത്, ഭാരതത്തിൽ ഇച്ചിരിയെങ്കിലും ബോധമുള്ളവരെ കൊണ്ട് പോയി കാണും. ഇപ്പൊ ഭാരതം, മുൻപ് ഇന്ത്യ ഭാരതം പോയി കാണും. വില്ല് കൊലക്കല് ഈ പരിപാടിയാണ്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഫ്ലോപ്പായി തോന്നിയതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ തെറ്റല്ല, സിനിമ കൃത്യമായിട്ടാണ് വിവരണം ചെയ്തിരിക്കുന്നത്. സംഗതി വില്ല് കൊലക്കൽ വന്നപ്പോൾ എനിക്ക് ബോറായത്, ഞാൻ എൻ്റെ നാട്ടിലിത് കേട്ടും കണ്ടും വളർന്നതാണ് കൊച്ചിലെ മുതലേ. പിന്നെ അതുപോലെ ബൈബിള്, ഖുർആൻ, മറ്റു പല കാര്യങ്ങൾ ഇതിന്റെ ഹിസ്റ്ററിയിൽ എടുക്കുമ്പോൾ ഇത് പോയി നിൽക്കുന്ന എവിടെയാണ്? നമ്മുടെ മഹാഭാരതത്തില്, രാമായണത്തില്. ഗ്രീക്ക് സംസ്കാരം എവിടെ പോയി നിൽക്കുന്നു? ഇതില് കംപ്ലീറ്റ്. ഇവിടെയും വില്ല് കൊലപ്പ്, ഇവിടെയും അത് തന്നെ പരിപാടി, മറ്റിടത്തും അധികാരം പിടിക്കുക, അത് തന്നെ പരിപാടി.
ഒക്കെ രാജകീയ സൗഹൃദങ്ങൾക്കിടയിൽ നിൽക്കുന്ന കുറെ ദൂർത്തുകളുടെ ആഭാസത്തിന്റെയും പരിപാടിയായിട്ടാണ് തോന്നി. അതൊരു സൈഡില്. പിന്നെ രണ്ടാമത്, നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന രാജാക്കന്മാര് മറ്റവരെ തോൽപ്പിക്കാനും ഇതെടുക്കുന്നു. ഇത് രണ്ടാമത്തെ കാര്യം. ഇതെല്ലാം തന്നെ സംസ്കാരങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നു. അപ്പൊ എത്രയോ കാലം മുമ്പേ ലിങ്ക് നടക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇത് പ്രേക്ഷകർ ചിന്തിക്കേണ്ടതുണ്ട്. പ്രേക്ഷകർ എന്ന് പറയുന്നത് സിനിമയായിട്ട് കാണും, ഒരു ഹിസ്റ്ററി ആയിട്ട് കാണും. തിയേറ്ററിൽ ഇതൊരു അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ക്രിസ്റ്റഫർ നോളൻ കൃത്യമായിട്ട് അതിൽ ഒരു പൊടുപ്പും തൊങ്ങലും വെച്ചില്ല. ഈ സിനിമ ഇന്ത്യയിലാണ് ഇറങ്ങിയെങ്കിൽ ഇതിലൊക്കെ പൊടുപ്പും തൊങ്ങലും വരുന്നുണ്ട്. ഈ സിനിമയിൽ ഒരു പൊടുപ്പും തൊങ്ങലും ഇല്ല. പൊടുപ്പും തൊങ്ങലൊന്നും ഏച്ച് കെട്ടില്ല. അന്ന് എന്താണോ ഹിസ്റ്ററി പറഞ്ഞത് അത് അയാൾ പരമാവധി പറയാൻ ശ്രമിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ ഒരു ക്ലാസിക്കൽ സിനിമയുടെ ലെവലാണ് ഞാൻ പെടുന്നത്. ക്ലാസിക്കൽ സിനിമ എപ്പോഴും നിലനിൽക്കുന്നതാണ്. പക്ഷെ നമുക്ക് അപ്പോഴും കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. നമ്മൾ രജനീകാന്തിന്റെ പടം കാണുമ്പോൾ, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ചില സൂപ്പർ സ്റ്റാറുകളുടെ പടം കാണുമ്പോൾ, അല്ലെങ്കിൽ തെലുങ്കിലെ ചില സിനിമ നടന്മാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദിയിലെ കാണുമ്പോൾ, ഒരു ഹോളിവുഡിലെ തന്നെ ചില നടന്മാരെ സിനിമ കാണുമ്പോൾ അങ്ങനെയല്ല. ഹിസ്റ്ററി അവിടെ കൊണ്ട് അതങ്ങനെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് തിയേറ്ററിൽ പറഞ്ഞില്ല ഇന്റർവെല് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നല്ലതായിട്ട് ലാഗാണ്. പക്ഷെ അതിനെയാണ് ഞാൻ പറഞ്ഞില്ല, അറിയാന്നുള്ളൊരു ക്രോസ് ചെയ്യും. അങ്ങനെയാണ് ഈ ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും പറയണത് അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകർ തോന്നുന്നത്, വില്ല് കൊലയ്ക്കൽ ഇവിടെയും അവിടെയൊക്കെ ലിങ്ക്. അപ്പൊ ഇതൊക്കെ തന്നെയും അന്നേ ലിങ്കടൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഇവിടെയൊക്കെ അധികാര വടംവലിയും അതുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് എഴുതിയിട്ടിരിക്കുന്ന ഹിസ്റ്ററി എല്ലാം മനുഷ്യനിർമ്മിതം മാത്രമാണ്. പാവം ദൈവത്തെ വെറുതെ വിടുക. അതിനകത്തിരുന്നു കൊണ്ടാണ് ഇവരുടെ കൺട്രോളിൽ ഇരുന്നുകൊണ്ട് കുറെ സയന്റിസ്റ്റുകൾ അന്നുകൊണ്ട് ഇപ്പോഴും അത് തന്നെ നടക്കുന്നത്. നമ്മളെ സയന്റിസ്റ്റുകളൊക്കെ പലതും കണ്ടുപിടിക്കുന്നു, പലതും നോക്കുന്നു, ചെയ്യുന്നു, പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഗോഡുകളൊന്നും വല്ലതും ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യണില്ല. സ്റ്റില് അവരടി ഉണ്ടാക്കിയാണ് ചെയ്യണത്. ഫൈറ്റ് വാർ. അതാണ് ഈ ഒഡീസി സിനിമ ഈ 2020-2026 തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ ഇത് ഹിസ്റ്ററിയൊക്കെ നമ്മളിപ്പോ എന്ത് പറയണത്, എനിക്കിപ്പോ എൻ്റെ വൈഫിൻ്റെ അടുത്തോ മകൻ്റെ അടുത്തോ പറയാനോ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് പറയാനോ, നാളെ ഒരു മൈക്ക് നിന്നുകൊണ്ട് കോളേജിൽ പോയി സ്പീക്ക് ചെയ്യാനോ അല്ല. ഇത് ഞാൻ എൻ്റെ ബ്ലോഗിൽ എനിക്ക് നെറ്റ് ഇങ്ങനെ അവൈലബിലിറ്റി ആയതുകൊണ്ട്, ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട്, ഇപ്പോഴല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു മുമ്പ് ഇപ്പൊ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഇനി നിയന്ത്രിക്കാതെ എനിക്ക് താല്പര്യമില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. കാരണം സാധാരണ മനുഷ്യന് വേണ്ടി ഇടപെട്ടിട്ടൊന്നും വലിയ കാര്യം തോന്നണില്ല ഇപ്പോൾ. അത്രയ്ക്ക് അതമ്പതിച്ചു കഴിഞ്ഞു നമ്മൾ. അത് കാരണം അതാണ് ആ ഹിസ്റ്ററിയും ഞാൻ പറഞ്ഞില്ലേ, ഒഡീസി ഹിസ്റ്ററി ഇപ്പോഴും രണ്ടും ഒരേ ഈക്വലൈസേഷന് പോവുകയാണ് ഇപ്പോൾ. പിന്നെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരു ഒഡീസി വരുമായിരിക്കുക. ആ ഒഡീസിയും ഒഡീസിയുടെ ഫാമിലിയും കൊണ്ട് ചെയ്യണതിനൊക്കെ പരിധിയില്ലേ. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ലെവല് പോകുന്നത്. ആ രീതിയിൽ പോകുന്ന സിനിമയെ കുറിച്ച് പ്രിയ പ്രേക്ഷകരെ, ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നിടത്ത് ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങളൊരു എന്റർടൈൻമെന്റ് സിനിമയായിട്ട് ഈ സിനിമ കാണല്, ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് കാണരുത്, ഒരു ക്ലാസിക്കൽ ഹിസ്റ്റോറിക് ഫിലിമായിട്ട് കാണണം. അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണണം, ഒരു ഹിസ്റ്ററി പഠിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം തിയേറ്ററിൽ പോയി സിനിമ കാണാം. അങ്ങനെ ആരെങ്കിലും ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുത്തിരിക്കണമെങ്കിൽ അത് ബെറ്റർ റേറ്റിംഗ് അല്ല. 9.3 റേറ്റിംഗ് ഈ ഇന്ത്യയിൽ നമ്മുടെ ബുക്ക് മൈ ഷോയില് അവതാറിന് കിട്ടിയത് 8.9 റേറ്റിംഗ് ലാസ്റ്റ് പാർട്ടിന്. ഇതിന് 9.3 റേറ്റിംഗ്. അപ്പൊ കണ്ടവര് ജനുവിനായിട്ട് കൊടുത്ത റേറ്റിംഗ് ആണെങ്കിൽ ഞാൻ അഭിനന്ദിക്കുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. ഹിസ്റ്ററി മനസ്സിലാക്കി ചെയ്യണു. ഇല്ല അങ്ങനെയല്ല എങ്കിൽ ഈ ഫ്രോഡ് പരിപാടിയൊന്നും നമ്മളെ ഇടയിൽ വേണ്ട, അവരുടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അതേ പറയുള്ളൂ, ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇതിന്റെ ഡയറക്ഷൻ ക്രിസ്റ്റഫർ നോളൻ അന്യായ ഡയറക്ഷൻ. ഇതിന് എത്ര സ്റ്റാർ കൊടുക്കാന്ന് ചോദിച്ചാൽ 10-ൽ 10 തന്നെ കൊടുക്കാം. മ്യൂസിക് ഗുഡിങ് ഗോറിസൺ. ഇതിന്റെ പടത്തിന്റെ ഏറ്റവും വലിയ നമ്മളെ 3 മണിക്കൂർ പിടിച്ചിരുത്തുന്നത് ഇദ്ദേഹത്തിന്റെ മ്യൂസിക്കാണ്.
ഒരു ആർഭാടത്വം ഇല്ലാത്ത പഴയ കാലത്തൊട്ട് ഇറങ്ങി ചെന്നിട്ട് എന്താണ് തിരമാല തിരമാല ഇങ്ങനെ ഇങ്ങനെ വരും. മറ്റതാണെങ്കിൽ ലൈറ്റ് മ്യൂസിക് കൊണ്ട് ഒരു പ്രണയകാവ്യം അവിടെ നിർത്തും. രാജീവ് കൊട്ടാരത്തിൽ പോകുമ്പോൾ അവിടെ നിൽക്കും. ഇങ്ങനെ ചെയ്ത മ്യൂസിക് ഡയറക്ഷൻ 10ൽ 10 സ്റ്റാർ കൊടുക്കുക. പിന്നെ ആർട്ട് ഡയറക്ഷൻ സമാന്ത എഗ്ലൻഡറും ആൻഡ്രൂ പാവറും. പ്രിയ പ്രേക്ഷകരെ, ഈ പടത്തിന്റെ ആർട്ട് ഡയറക്ഷൻ എത്ര മാർക്ക് കൊടുക്കുക? ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ 10ൽ 10 സ്റ്റാർ കൊടുക്കുമെങ്കിൽ ആർട്ട് ഡയറക്ഷന് 10ൽ 20 സ്റ്റാർ കൊടുക്കും. അത്ര അന്യായമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ സിനിമ കാണും. പിന്നെ VFX ആൻഡ്രൂ ജാക്സൺ, ആൻഡ്രൂ ലോക്ലി, ജിയോക്കോമോ ലിനിയോ. VFX അന്യായ. ഇതിന് 10ൽ എത്ര സ്റ്റാർ കൊടുക്കുമെന്ന് വെച്ചാൽ 10ൽ 19 സ്റ്റാർ കൊടുക്കും. 9 സ്റ്റാർ എക്സ്ട്രാ. അത്രയും നന്നായിട്ടാണ് ഇതിന്റെ VFX. ഇനി ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ എല്ലൻ മിറോജനിക്, മകൻ ടോം ഹോളണ്ട്. ഈ കോസ്റ്റ്യൂം ഡിസൈന് ഇത്ര മാർക്ക് കൊടുക്കുക. കോസ്റ്റ്യൂം ഡിസൈനും സന്തോഷത്തോടെ 10ൽ 19, 10 ഔട്ട് ഓഫ് 19 കൊടുക്കുക. ഇനി അടുത്ത് ഈ പടത്തിന്റെ ഒരു മെയിൻ സ്റ്റോറി. ഹോമറിന്റെ 3000 വർഷം പഴക്കമുള്ള ഒരു ഹിസ്റ്ററിയാണത്. ട്രോളജൻ യുദ്ധത്തിന് ശേഷം ഇത്താക്കയിലേക്കുള്ള 10 വർഷത്തെ കടലയാത്രയാണ് ഈ ചരിത്രം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രാജായ ഓഡീഷൻ, മാഡ്രോവൺ, ഭാര്യ മൻഖാത്തോ, മകൻ ടോം ഹോളണ്ട്, ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയും അത് കഴിഞ്ഞുണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭാരതത്തിലെ സംസ്കാരത്തിലോ ഇന്ത്യൻ സംസ്കാരത്തിലോ ഇതൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് ഒരു വാല്യൂ ഇല്ല. അപ്പൊ ഞാൻ തുറന്നു പറയണം, ഈ കരുത എന്ന് പറയണത് നിങ്ങളെ വീട്ടിനകത്ത് അധികാരമാണ് മല്ലിയില്ലേ, നിങ്ങളൊരു ജോലിക്ക് പോകുക അധികാരമാണ് മല്ലിയില്ലേ, ഇനി ഒന്നും വേണ്ട നിങ്ങൾ ചുമ്മാ ഇരുന്ന് 3 പേര് സംസാരിക്കുക അപ്പോഴും പ്രസ്റ്റീജും അധികാരമാണ് മല്ലിയില്ലേ. ഇതൊക്കെ ലോകം മൊത്തം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. ഈ കഥ പഴയ കാലത്തെ കഥയെ അവതരിപ്പിച്ചപ്പോൾ അതേപോലെ അവതരിപ്പിച്ച ക്രിസ്റ്റഫർ നോളന് 10ൽ 10 സ്റ്റാർ കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് സിനിമ പോണത്. പ്രിയ പ്രേക്ഷകർത്താവോട് ഞാൻ പറയണത്, ഒഡീസി സിനിമ ഒരു എല്ലാവർക്കും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് സിനിമയൊന്നുമില്ല. നോളജ് ഉള്ളവർക്ക്, കാര്യങ്ങളെ ചിന്തിക്കുന്നവർക്ക്, മറ്റു കാര്യങ്ങളോട് നമ്മുടെ രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുന്നവർക്ക്, രാജ്യത്തെ നല്ല നിലയിൽ ജനത്തിന് ഉപയോഗപ്രദമായി മാറ്റാൻ ശ്രമിക്കുന്നവർക്കും, പിന്നെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവർക്കും, പിന്നെ എപ്പോഴും സ്വന്തം കുടുംബം, സ്വന്തം ജീവിതം, സ്വന്തം രാജകൊട്ടാരം, അതിനകത്ത് കിടക്കുന്ന വടംവലിയിൽ പോയി തലവയ്ക്കുക, കുതികാൽ വെട്ടുക, ഇതിനൊന്നുള്ളവർക്ക് ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പടമല്ല. നേരത്തെ ആദ്യം പറഞ്ഞ 2 പേർക്കുള്ള സിനിമയാണ് ഈ ചിത്രം. അങ്ങനെയൊക്കെ ചിന്ത ഉള്ളവരും വൈഡ് തിങ്സും ഹിസ്റ്ററിയൊക്കെ മെയിനായിട്ട് എടുത്ത് പഠിക്കുന്നവരും അത് ലോക മൊത്തം കമ്പയർ ചെയ്ത് പഠിക്കുന്നവർക്കുള്ള ഒരു സിനിമയാണ് സിനിമ. അങ്ങനെയാണെങ്കിൽ സിനിമയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം ആണ് പറഞ്ഞാൽ 10ൽ 9. അത് ഇച്ചിരി കൂടുതലാണ്. 8.9 പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന അവതാർ 3 സിനിമയുടെ റേറ്റിംഗ്. അന്ന് ഞാൻ അവതാറിന് 8.9 തോന്നില്ല, 10ൽ 30 സ്റ്റാറൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് വേറെ കാര്യം, അതങ്ങനെ നിൽക്കട്ടെ, അതിപ്പോൾ ഓരോരുത്തരും ഓരോ മൈൻഡല്ലേ. ഈ സിനിമയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് കഥ. ഇതെല്ലാ ചരിത്രങ്ങളും അവശേഷിപ്പിച്ചിട്ട് പോകും. നാളെ ഏതെങ്കിലും ഒരു ഡയറക്ടർ ആരെങ്കിലും വന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചരിത്രമായിട്ട് പുറത്തും വരും. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ നോളജ് ആണെങ്കിൽ മാത്രമേ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോകാവൂ. അല്ലെങ്കിൽ പോകണ്ട കേട്ടോ, അല്ലെങ്കിൽ പോകണ്ടെന്ന് തന്നെ ഞാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവും സ്റ്റഡി ചെയ്തിട്ട് പോവാം. ഒട്ടും നോളജേ വേണ്ട, നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് പോവാം. അങ്ങനെയും പോകണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആരും ഫാമിലി ആയിട്ടോ ആരും ഉണ്ടെങ്കിൽ സിനിമയൊന്നും കാണാൻ പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, എന്നെ സംബന്ധിച്ച് ഒഡീസി ഇസ് എ ബെസ്റ്റ് ക്ലാസിക്കൽ മൂവി. നല്ലൊരു ക്ലാസിക്കൽ ചിത്രം എന്നൊരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, നമസ്കാരം.